ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലിമിറ്റ്സ് ഓഫ് സീക്വൻസസിലെ പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ലിമിറ്റ്സ് ഓഫ് സീക്വൻസസ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇവിടെ നമ്മൾ ഈ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് ലിമിറ്റ്സിലെ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് വളരെ വിശദമായി ആ പ്രോപ്പർട്ടീസ് എടുത്ത് പറയുന്നുണ്ട്. ഞാൻ ഇനി അതിലേക്ക് പോകുന്നില്ല. ആ പ്രോപ്പർട്ടീസ് ഇവിടെ വെച്ച് ഞാൻ ഈ കാണുന്ന കാര്യങ്ങളിലൂടെ ഒന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. പ്രോപ്പർട്ടീസ് പറയുന്നത് എങ്ങനെയാണ്? സപ്പോസ് ദർ ഈസ് സീക്വൻസസ് എ എൻ ആൻഡ് ബി എൻ. ദേ ആർ കൺവേർജൻറ്റ്. ദാറ്റ് ഈസ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആൻഡ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ബി എൻ ആർ എക്സിസ്റ്റ്. ദെൻ the limit of the sum of two sequences equal to the sum of their limits. അതാണ് ഈ കാണുന്നത്. നമ്മൾ സാധാരണ ഫംഗ്ഷനിൽ പറഞ്ഞിരുന്ന അതേ ഓൾജിബ്ര തന്നെയാണ് ഇവിടെ കുറേ ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി സി ഇൻറ്റു എൻ, സീക്വൻസ് എൻ ഈക്വൽ ടു സി ഇൻറ്റു ലിമിറ്റ്സ് എൻ, വെയർ സി ഈസ് എ കോൺസ്റ്റൻറ്റ്. ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എൻ ഇൻറ്റു ബി എൻ ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ ലിമിറ്റ്സ്. ദാറ്റ് ഈസ് the limit of the product of two sequences equal to product of their limits. Next one, the limit of the ratio of two sequences equal to the ratio of the limits of sequences. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ലിമിറ്റ് ബി എൻ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ബി എൻ ഈസ് നോട്ട് എ സീറോ സീക്വൻസ്. ബി എൻ 0 ആവാൻ പാടില്ല, അതുപോലെ തന്നെ ഇതിന് ലിമിറ്റ് 0 ആവാനും പാടില്ല. കാരണം ഡിനോമിനേറ്റർ 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് റിയൽ നമ്പറുകളുടെ കേസിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, നമ്മൾ കണ്ടതാണ്. അതിനെ കുറച്ച് കൂടുതലായിട്ട് വിശദീകരിക്കേണ്ടി വരും. ഇനി മറ്റൊന്ന്, ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ, ദാറ്റ് ഈസ് എ എൻ ഈസ് എ കൺവേർജൻറ്റ് സീക്വൻസ്, ദെൻ ലിമിറ്റ് എഫ് ഓഫ് എ എൻ ഈക്വൽ ടു എഫ് ഓഫ് ലിമിറ്റ് എ എൻ എന്നാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ്. ഇത് പറയുന്നത് എങ്ങനെയാണ്? നമുക്കൊരു ഫംഗ്ഷനിൽ എക്സിന് പകരം എ എൻ എന്ന് പറയുന്ന ഒരു സീക്വൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ കിട്ടുന്ന സീക്വൻസിൽ എഫ് ഓഫ് ലിമിറ്റ് എൻ എന്ന് പറയുന്നത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ്. നമുക്ക് എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് വിശദമായിട്ട് പറയാം. ആദ്യം പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ട് അതിലേക്ക് പോവാം. പിന്നെ ലിമിറ്റ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു ദ കോൺസ്റ്റൻറ്റ് ഇൻ സെൽഫ്. നെക്സ്റ്റ് വൺ, ദ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഈക്വൽ ടു 0. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ്. നമുക്ക് ഒരുപാട് ഭാഗങ്ങളിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x ഈക്വൽ ടു 0 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി പഠിച്ചത് ഓർമ്മയുണ്ടോ? ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x ഈക്വൽ ടു 0 നമ്മൾ പഠിച്ചതാണ്, ശരിയല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, എയ്ത്ത് പ്രോപ്പർട്ടി പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ, ദെൻ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എൻ ഈക്വൽ ടു എൽ. ഇത് ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് 1/x പോലെ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. ഏത് ഫംഗ്ഷൻ ആട്ടെ, 1/x എക്സാമ്പിൾ പറഞ്ഞു തന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി നമുക്കറിയാം. എഫ് ഓഫ് എക്സ് ഈക്വൽ 1/xൻ്റെ ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി എത്രയാണ്? ഈക്വൽ ടു 0 ആണ്, നമുക്കറിയാമല്ലോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/n ആയിരിക്കും, ശരിയല്ലേ? അപ്പോൾ സീക്വൻസ് എ എൻ ഈക്വൽ ടു 1/n ആണ് നമുക്ക് തരുന്നതെങ്കിൽ അവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/xൻ്റെ ലിമിറ്റ് അറിയാവുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ ഈക്വൽ ടു 1/n എന്ന് എഴുതാം. അതുകൊണ്ടാണ് തൊട്ട് മുന്നത്തെ പ്രോപ്പർട്ടി നമ്മൾ എഴുതിയതുപോലെ തന്നെ എഴുതാൻ പറ്റും. ഇവിടെ നമുക്ക് അതുപോലെ ചെയ്യാവുന്നതാണ്. ഇനി വേറൊരു പ്രോപ്പർട്ടി പറയുന്നത്, 9th പ്രോപ്പർട്ടി, ഇഫ് the absolute value of a real number is less than 1, then limit n tends to infinity the nth power of the number equal to 0 എന്നാണ്. അതുപോലെ ഈ കാണുന്ന പ്രോപ്പർട്ടി കുറച്ച് വിശദമായി നമുക്ക് ഇവിടെ ഒരു പ്രോബ്ലമായിട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ലിമിറ്റ് n tends to infinity a number, real number raised to n equal to infinity if the real number is greater than 1 and equal to 1, that is the real number raised to n equal to 1 if the real number equal to 1 and equal to 0 if the real number lies in between 0 and 1 എന്നാണ് നമുക്ക് പറയേണ്ടത്. അത് ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന ഒരു നമ്പർ സപ്പോസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം, 2 raised to n. 2 raised to n എന്ന് പറയുന്നൊരു പിന്നെ
നമ്പറിൻ്റെ ഒരു സീക്വൻസിൻ്റെ ലിമിറ്റാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് വിചാരിക്കുക. അങ്ങനെ 2n ആണ് തരുന്നതെങ്കിൽ നമുക്ക് അവിടെ ചെക്ക് ചെയ്യാം. ക്ലിയർലി ദ റിയൽ നമ്പർ 2 ഈസ് ഗ്രേറ്റർ ദാൻ 1. സോ ബൈ ദ പ്രോപ്പർട്ടി വി ക്യാൻ റൈറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2n ഈക്വൽ ടു ഇൻഫിനിറ്റി. ആൻഡ് ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3/4 ഓൾ റേസ് ടു n ആണ് തന്നിരിക്കുന്നത് വിചാരിക്കാം. ഹിയർ 3/4 ഈസ് ലെസ് ദാൻ 1. 3/4 is less than 1. If it is less than 1 then or equal to 0, then the limit equal to 0. So we can write it is equal to 0. And if it is 1 ആണെങ്കിൽ പിന്നെ പറയേണ്ടതില്ല, കാരണം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 raised to n. For any value of n, 1 raised to n equal to 1 itself. So limit n tends to infinity 1. Limit of constant equal to constant itself. So it is equal to 1 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ കാര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കുറച്ച് വിശദമായിട്ട് ഇവിടെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇത് നോക്കി വെക്കുന്നത് നല്ലതാണ്. ഇതൊരു 2 മാർക്കൊക്കെ ആയിട്ട് നമ്മളോട് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പോൾ ഇതൊന്ന് നോക്കി വെക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാനത് മനസ്സിലാകാത്ത ഭാഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്, കാരണം അത്രയും സിമ്പിളായിട്ടുള്ളൊരു ഒരു ക്വസ്റ്റ്യനാണ്. ഇനി വേറൊരു കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടെ നമുക്ക് ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. പല ഭാഗത്തും വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ നമുക്കിത് സഹായിച്ചേക്കും. കമ്പാരിസൺ ടെസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്: ഇഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ദർ ഈസ് എ സീക്വൻസ് ഹൂസ് ലിമിറ്റ് ഈക്വൽ ടു 0, and we can compare this an with another sequence bn such that bn is less than or equal to an, then the limit of this bn equal to 0. ഒരു സീക്വൻസിൻ്റെ ലിമിറ്റ് 0 ആണ്. ആ സീക്വൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സീക്വൻസ് bn അവിടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ bn-ൻ്റെ ലിമിറ്റും 0 ആയിരിക്കും എന്നാണ് ഇപ്പോൾ കമ്പാരിസൺ ടെസ്റ്റ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഈക്വൽ ടു 0 ആണെന്ന് നമുക്കറിയാലോ. അങ്ങനെയാണെങ്കിൽ ഈ 1/n-ഉമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻസോ സീക്വൻസോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് പെട്ടെന്ന് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 1/n+2 എന്ന് പറയുന്ന സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സീക്വൻസ് ആണ് 1/n, ബിക്കോസ് 1/n+2 ഈസ് ഓൾവേസ് ലെസ് ദാൻ 1/n ഫോർ ഓൾ n. ഏത് n എടുത്തു കഴിഞ്ഞാൽ 1/n+2 ലെസ് ദാൻ 1/n എന്നാണ് പറയാൻ പറ്റുക. സോ മോഡുലസ് ഓഫ് 1/n+2 ഈസ് ലെസ് ദാൻ 1/n. ഇവിടെ നമുക്ക് an ഈക്വൽ ടു 1/n എടുത്തു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് an ഈക്വൽ ടു 1/n ആൻഡ് bn ഈക്വൽ ടു 1/n+2 എന്ന് എടുത്തു കഴിഞ്ഞാൽ, as n tends to infinity 1/n converges to 0. So by this comparison test, limit n tends to infinity bn equal to limit n tends to infinity 1/n+2 equal to 0 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഈ കുറച്ച് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ടുള്ള എക്സാമ്പിൾസ് ആണ് നമുക്കിനി ചെയ്യേണ്ടത്. നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. ഷോ ദാറ്റ് ലിമിറ്റ് n tends to infinity 3b plus 1/2 all raised to 2n divided by n square minus 1 all cube എന്നാണ്. നമുക്ക് ഇവിടെ b ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ക്വാണ്ടിറ്റി മാത്രമാണെങ്കിൽ നമുക്ക് ലിമിറ്റ് കാണാൻ വേണ്ടി എളുപ്പമായിരുന്നു. പക്ഷേ ദ ക്വാണ്ടിറ്റി ഓൾ ക്യൂബ് എന്ന് പറയുന്നൊരു കാര്യം കൂടെ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടൊക്കെ ചെയ്ത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവിടെയൊക്കെയാണ് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഉപകാരപ്പെടുക. ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കാൻ കാരണം ഈ പ്രോപ്പർട്ടീസിലെ ഏകദേശം എല്ലാ ഭാഗങ്ങളും നമുക്കിവിടെ ചർച്ച ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് ഇവിടെ ആദ്യം ഈ കാണുന്ന ക്വാണ്ടിറ്റിയിൽ ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഭാഗം ഇൻഫിനിറ്റി എന്നായി മാറും. കാരണം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയി പോകും. അപ്പോൾ അതൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ആയി പോകുമല്ലോ. അപ്പോൾ അതിന് ഒഴിവാക്കുന്നതിന് വേണ്ടി ഞാൻ ആദ്യം ഇതിൽ ഓരോ ഭാഗത്തെ മാറ്റിയെടുത്ത് പിന്നീട് നമുക്ക് ലിമിറ്റിലേക്ക് പോകാൻ എളുപ്പമുണ്ടാകും. കാരണം നമുക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി f of an equal to f of limit n tends to infinity an എന്ന്. ഈ കാണുന്ന ഭാഗത്തിന് an എന്ന് എടുത്തു കഴിഞ്ഞാൽ f of an എന്ന് വേണമെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ f of x equal to x cube എന്ന് ചൂസ് ചെയ്താൽ മതി. f of x equal to x cube എന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ an equal to
3b plus 1 by 2 all raised to 2n divided by n square minus 1 എന്നെടുത്താൽ f of an equal to 3b plus 1 by 2 all raised to n divided by n square minus 1 all cube എന്ന് എഴുതാൻ പറ്റും. അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഈ ലിമിറ്റ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ട്രൈ ചെയ്യുന്നത് ഈ എ എൻ ഈക്വൽ ടു 3b പ്ലസ് 1 by 2 ഓൾ റേസ് ടു n ഡിവൈഡ് ബൈ n സ്ക്വയർ മൈനസ് 1ൻ്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. നമുക്കതൊന്ന് ചെയ്തു നോക്കാം. ലിമിറ്റ് n tends to infinity a n equal to limit n tends to infinity 3b plus 1 by 2 all raised to n divided by n square minus 1. ഇത് നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇവിടെ ലിമിറ്റ് n tends to infinity n square minus 1 is equal to infinity എന്നായി മാറും. അപ്പോൾ നമുക്ക് ഇതിനെ എളുപ്പത്തിൽ ലിമിറ്റ് കാണാൻ പാകത്തിന് വേണമെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ മാറ്റി എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n tends to infinity 1 by n square minus 1 into limit n tends to infinity 3b plus 1 by 2 all raised to 2n എന്ന് എഴുതാം. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ രണ്ട് ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ലിമിറ്റ് n tends to infinity 1 by n square minus 1 into 3b plus 1 by 2 all raised to n എന്ന് എഴുതാം. കണ്ട ഇങ്ങനെ എഴുതിക്കഴിഞ്ഞാൽ രണ്ട് ഫങ്ഷൻസ് കിട്ടും. അവിടെ ലിമിറ്റ് n tends to infinity an into bn equal to limit an into limit bn എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ പല രീതിയിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന മാർഗ്ഗങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ ഈ എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ എളുപ്പത്തിൽ റിസൾട്ട് കിട്ടുന്ന വേറെ ഭാഗങ്ങളൊക്കെ ഉണ്ട്, വേറെ എളുപ്പവഴികളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളത് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, നമുക്ക് നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ കാണുന്നതിൻ്റെ ലിമിറ്റ് നമുക്കറിയാം. ഇതിൽ ഓരോ ലിമിറ്റും നമുക്ക് ചെയ്തു നോക്കാം. ഫസ്റ്റ് ഈ ലിമിറ്റ് കണ്ടുപിടിക്കണം, പിന്നെ ഈ ലിമിറ്റും കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ആദ്യം ലിമിറ്റ് n tends to infinity 1 by n square minus 1. ഇത് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പറയാവുന്നതാണ്. ആസ് n tends to infinity 1 by n square minus 1 approaches to 0 എന്ന് പറയാവുന്നതാണ്. പക്ഷേ നമുക്കൊന്നുകൂടെ വിശദമായിട്ട് വേണമെങ്കിൽ പറഞ്ഞേക്കാം. അതൊരു സിമ്പിളായിട്ടുള്ള റിസൾട്ടാണ്. നമുക്ക് അതിനൊന്നുകൂടെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് പറയാം. ലിമിറ്റ് n tends to infinity 1 by n square minus 1 എന്ന് പറയുന്നതിന് n സ്ക്വയറും കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് ലിമിറ്റ് n tends to infinity 1 by n square divided by n square by n square, that is 1 minus 1 by n square. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്ന ഭാഗത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ലിമിറ്റ് n tends to infinity 1 by n square equal to 0 and limit n tends to infinity 1 minus 1 by n square equal to 1 minus 0 എന്നാവും. കാരണം ലിമിറ്റ് ഓഫ് an divided by bn equal to limit an divided by limit bn എന്നുള്ള ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്തത്. സോ ഇറ്റ് ബിക്കം 0. അപ്പോൾ ഈ ക്വാണ്ടിറ്റി 0 ആയി. ഇനി ഈ ക്വാണ്ടിറ്റി ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണെങ്കിൽ 0 ഇൻറ്റു ദാറ്റ് ക്വാണ്ടിറ്റി ഈക്വൽ ടു 0 എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. പക്ഷേ അത് ഇതെന്താണെന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്യണ്ടേ. ഇൻഫിനിറ്റി ആണെങ്കിൽ ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ആയി പോകും. അപ്പോൾ ഇൻഫിനിറ്റി ആണോ ഇനി ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആണോ ഇത് വരുന്നതെന്നും കൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയി. നെക്സ്റ്റ് ലിമിറ്റ് n tends to infinity 3b plus 1 by 2 all raised to 2n equal to limit n tends to infinity 3b. Here 3b is a constant. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 3b തന്നെയാണ് കിട്ടുക. പ്ലസ് ലിമിറ്റ് n tends to infinity 1 by 2 all raised to 2n. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 3b എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിൻ്റെ ലിമിറ്റ് 3b എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുക എന്നുള്ള പ്രോപ്പർട്ടിയാണ്. പിന്നെ ലിമിറ്റ് n tends to infinity 1 by 2 all raised to 2n എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ചെയ്തു നോക്കണം. 1 by 2 all raised to 2n. 1 by 2 all raised to n ആയിരുന്നുവെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? കാരണം if the real number r is less than 1, that is modulus of r less than 1, then r raised to n equal to 0 if the limit n tends to infinity r raised to n equal to 0 എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അങ്ങനെ നമുക്കിത് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷേ നമുക്ക് അതിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്തുകൊണ്ട് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ്
ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/2 ഓൾ റേസ്ഡ് ടു n എന്ന് പറയുന്നതിന് വേണമെങ്കിൽ ഇത്രയൊന്നും ആവശ്യമില്ല, പക്ഷേ നമുക്ക് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് പോണത്. അപ്പോൾ ഈ ഭാഗങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കുകയും കൂടി ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓർമ്മയിലുണ്ടായിരിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വേണമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ലിമിറ്റ് ഈക്വൽ ടു 0 എന്ന് എഴുതാവുന്നതാണ്. പക്ഷേ ഈ പോസിബിൾ ആയിട്ടുള്ള ഈ ഒരു കേസും കൂടി ഞാൻ പറഞ്ഞു തരുന്നത് മനസ്സിലാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ദാറ്റ് ഇസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/2 ഓൾ റേസ്ഡ് ടു n എന്ന് പറയുന്നതിന് 1/2 ഹോൾ സ്ക്വയർ ഓൾ റേസ്ഡ് ടു n എന്ന് എഴുതാം. അതെങ്ങനെയാണ്? എ റേസ്ഡ് ടു എം ഓൾ റേസ്ഡ് ടു n എന്ന് പറയുന്നതിന് നമുക്ക് എ റേസ്ഡ് ടു എം എൻ എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി നമുക്കുണ്ടല്ലോ, എക്സ്പോണൻഷ്യൽ ലോസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിങ്ങനെ എഴുതാൻ പറ്റും. ഇനി ഇവിടെ ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1/2 ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4 ഓൾ റേസ് ടു n. ഇപ്പോൾ ക്ലിയർ ആയി. കാരണം ഹിയർ 1/4 ഈസ് എ റിയൽ നമ്പർ വിച്ച് ഈസ് ലെസ് ദാൻ 1. The modulus of 1/4 is less than 1 or 1/4 less than 1. That is, there is a real number r equal to 1/4 and which is less than 1. So by the property limit n tends to infinity r raised to n equal to 0 if mod r is less than 1. So here it is equal to 0. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ലിമിറ്റ് എന്തായി മാറി? 3b. ഞാൻ ഇവിടെ തന്നെ എഴുതുവാണ് സ്ഥലം ലാഭിക്കാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് 3b പ്ലസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/2 ഓൾ റേസ്ഡ് ടു n ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഈക്വൽ ടു 3b എന്ന് കിട്ടും. സോ ദിസ് ലിമിറ്റ് ബിക്കം 0. ഞാനെന്ന് അതിലേക്ക് പോകാം. ദാറ്റ് ഈസ് 1 നമുക്ക് ആവശ്യമുണ്ടായിരുന്നത് ഇവിടെയായിരുന്നു, ഇതിലേക്ക് വരികയാണ്, തിരിച്ചു വരികയാണ്. ദാറ്റ് ഈസ് ഇതാണ് നമുക്ക് ചെയ്യേണ്ടിയിരുന്നത്. ഇതിനെങ്ങനെയാണ് നമ്മൾ മാറ്റി ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇവിടെ കാണാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് ഈസ് equal to limit n tends to infinity 1/n square minus 1 into limit n tends to infinity 3b plus 1/2 all raised to 2n equal to, this is equal to 0 into limit n tends to infinity 3b into 1/2 all raised to 2n എന്ന് പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞത്. that is equal to 3b is a finite quantity. that is the limit equal to 0. ഇപ്പോൾ എന്താ നമ്മൾ ചെയ്തത്? an എന്ന് പറയുന്ന ഈ ഭാഗത്തിൻ്റെ ലിമിറ്റ് മാത്രമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് f of x എന്ന് പറയുന്ന ലിമിറ്റ് n ടെൻഡൻസ് ടു ഇൻഫിനിറ്റി f of an ഈക്വൽ ടു f of ലിമിറ്റ് an എന്ന് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an ഈക്വൽ ടു 0. സോ യൂസിങ് ദ പ്രോപ്പർട്ടി, ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്കിനി അങ്ങനെ പറയാം. therefore limit n tends to infinity f of n equal to f of limit n tends to infinity an. that is equal to f of an എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എക്സ് ക്യൂബാണ്. നമുക്ക് an ലിമിറ്റിൻ്റെ ഫംഗ്ഷൻ്റെ എക്സ് ക്യൂബാണ് തന്നിരിക്കുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് f of an, this one 3b plus 1/2 all raised to 1 by n square minus 1, that is equal to f of 0 എന്ന് കിട്ടും. f of 0 we have f of x equal to x cube, f of 0 equal to 0 cube, that is equal to 0. കണ്ടാ, വളരെ എളുപ്പമല്ലേ ചെയ്യാൻ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്ന് ഓർമ്മ വേണം. ഇവിടെ ഏകദേശം എല്ലാ പ്രോപ്പർട്ടീസും ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്സിലെ കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു എക്സാമ്പിളാണ് നമുക്ക് ചെയ്യേണ്ടത്. കമ്പാരിസൺ ടെസ്റ്റ് പറഞ്ഞിരുന്നത് ഇഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an ഈക്വൽ ടു 0 ആൻഡ് there exists some bn, the sequence bn such that mod bn is less than or equal to mod an, then the limit of bn is also equal to 0. that is limit n tends to infinity sequence bn equal to 0. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമുക്ക് നോക്കേണ്ടത്. here is an example. limit n tends to infinity sin n all square divided by n plus 2. ഇത് നമ്മൾ ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇൻഫിനിറ്റി ഫോമാണ് വരിക. ഇവിടെ നമുക്ക് സീക്വൻസിൻ്റെ കാര്യത്തിലായതുകൊണ്ട് ഫംഗ്ഷനിൽ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്സിലെ കമ്പാരിസൺ ടെസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്?
we know that sin x, the value of sin x is always lies in between the numbers -1 and 1. That is the range of sin x is 1, -1 and 1. So we can write modulus of sin x for any value of x. Here we can write sin n. Modulus of sin n is always less than or equal to 1 because it lies in between -1 and 1. നമ്മളിങ്ങനെ ക്ലോസ് ടു -1 1 എന്നാണ് അതിൻ്റെ റേഞ്ചിനെ നമ്മൾ പറയാറുള്ളത് സൈൻ. സോ സൈൻ n all square divided by n plus 1, n plus 2 നമുക്ക് ചെയ്യേണ്ടത്. sin n always less than or equal to 1, so its square is also less than or equal to 1. ഇനി നമുക്ക് modulus of bn less than or equal to modulus of an എന്നല്ല നമുക്ക് പറയേണ്ടത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രണ്ട് സീക്വൻസുകൾ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം sin n square is less than or equal to 1, so sin n square divided by n plus 2 is less than or equal to 1 by n plus 2, but it is always less than 1 by n plus 2. We know that 1 by n plus 2 is always less than 1 by n because n plus 2 is always greater than n, and 1 by n plus 2 is always less than 1 by n. So we can write it as sin n all square divided by n plus 2 is less than 1 by n plus 2, which is less than 1 by n. Suppose we take an equal to sequence 1 by n and bn equal to this one. That is, if an equal to 1 by n and bn equal to sin n square divided by n plus 2, sin n all square. n plus 2. Here we know that as n tends to infinity, an converges to 0. That is, limit here, limit n tends to infinity, an equal to 0 for this one. So by our comparison test, limit n tends to infinity bn, that is bn equal to sin n all square divided by n plus 2, sin n all square divided by n plus 2 equal to 0 by comparison test. That's all. ചില എക്സാമ്പിൾസൊക്കെ നമുക്ക് ഇതുപോലെ കമ്പാരിസൺ ടെസ്റ്റിലൂടെ വളരെ പെട്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, അല്ലെങ്കിൽ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ലിമിറ്റ് സീക്വൻസിൻ്റെ കാര്യത്തിൽ ലിമിറ്റ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു പോയ ഓരോ പ്രോപ്പർട്ടീസും ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക, അതിലാവശ്യമായ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.